അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു അപകട മരണമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ്. ഇന്ന് രാവിലെ തന്നെ കേരളം ഇത് കേട്ട് ദുഃഖത്തിലാണ്. സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി ഷാനവാസ് IAS അങ്ങോട്ട് പോയിട്ടുണ്ട്. കൊല്ലം PD അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും ഉച്ചശേഷം സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുണ്ടല്ലോ. ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 100ഓളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളിലില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബോർഡ്, അതേപോലെ തന്നെ ലോക്കൽ ബോഡീസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളും കൂടെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ഈ സ്കൂൾ തുടങ്ങാറായല്ലോ. ഈ സമയത്ത് എങ്ങനെ ഈ കുട്ടി മുകളിൽ പോയി, അതേപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ കാര്യമല്ലല്ലോ. അവിടുത്തെ അധ്യാപകരും HM-ഉം അവിടുത്തെ മറ്റ് അധികാരികളും എല്ലാ ദിവസവും കാണുന്നില്ലേ ഈ ഇലക്ട്രിക് ലൈനും അതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അതെ, കൊടുത്തില്ലയോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷിക്കും. ഇലക്ട്രിസിറ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് താങ്ങാനാവാത്ത ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഒരു മകൻ നമ്മുടെ വീട്ടിലെ ഒരു മകൻ നഷ്ടപ്പെട്ട പോലുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തൊക്കെ സഹായങ്ങൾ ചെയ്യേണ്ടി വന്നാലും ആ സഹായങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ മറ്റു കാര്യങ്ങൾ ഒരു വിശദമായ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപാദിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ആ കുടുംബത്തോടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാനിന്ന് യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് നെയ്യാറ്റിൻകര താലൂക്കിലെ സ്കൂളുകളുടെ ഉദ്ഘാടന ചടങ്ങാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലത്തേക്ക് പോകുന്നത്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞു. ഇതിപ്പോൾ എന്തായാലും മകൻ നഷ്ടപ്പെട്ടു. ഇനി അതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സംബന്ധിച്ചാൽ ആലോചിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയാം. പല സ്കൂളുകളിലും ഇത്തരത്തിൽ ലൈൻ കമ്പനികളുണ്ട്. അടിയന്തരമായ ഒരു പരിശോധനയ്ക്ക് വേണ്ടി അങ്ങ് തീർച്ചയായിട്ടും ചെയ്യാം. കാര്യം വെച്ചാൽ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത്. ഇത് ഈ ഹൈസ്കൂൾ HM-നും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെ എന്താ ജോലി? ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതല്ലേ. കേരളത്തിലെ 14,000 സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു സ്കൂളിന്റെ അധിപനായിട്ടിരിക്കുന്ന ഒരാൾ ഈ കാര്യങ്ങൾ ഒരു ഡയറക്ഷൻ ഗവൺമെന്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് വായിച്ചെങ്കിലും നോക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒരു വിട്ടുവീഴ്ച കാണിക്കുമല്ലോ. ഒരു മകനാണ് നഷ്ടപ്പെട്ടത്. അനാസ്ഥ കൊണ്ടോ ഇല്ലേ എന്നുള്ളവർ അറിയില്ല. അതായത് നമുക്ക് പരിശോധിക്കുമ്പോഴേ അറിയണം. റിപ്പോർട്ട് കിട്ടിട്ടെ നോക്കാം. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അനാസ്ഥ കാട്ടിയവർക്ക് എതിരായിട്ട്.